എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറിയാണ്. ബീട്രൂട്ടിൻ്റെ തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു തോരൻ, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വെണ്ടയ്ക്കയുടെ കറിയും ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അരപ്പും ചേർത്ത് വരാം. ഇപ്പം നമ്മൾ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടെല്ലാം കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് ഉണ്ട്. ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു സ്വല്പം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് ഇതൊന്ന് ഞെരടിയെടുത്തിട്ട് ഞെരടിയെടുത്താൽ മതി. നമുക്കിത് ജാറിനകത്തോട്ടൊന്നും ഇട്ട് കറക്കി ഒന്നും വേണ്ട, ഞെരടി എടുക്കണം. എടുത്തിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് പുരട്ടി ഒരു അര മണിക്കൂറെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാം പിടിച്ച് നല്ല സെറ്റായിരിക്കും. എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ കടുകിടുകയാണ്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇടാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് അരപ്പ് ചേർത്ത് വെച്ച ബീട്രൂട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. വഴറ്റിയെടുക്കാൻ നമുക്ക് അടച്ചു വയ്ക്കാം. ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ നിർത്തിയിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വെണ്ടയ്ക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ആണ് വെണ്ടയ്ക്ക. ഇതാണ്ട് ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലെ വളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചിരകിയത് ജാറിനകത്തേക്ക് ഇടാം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ആവശ്യത്തിനുള്ള. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, ഇച്ചിരി ജീരകപ്പൊടി, നല്ല ജീരകം. നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയാക്കാം. വായു എണ്ണ ഒഴിക്കുകയാണ്. വലിയ രീതിയിൽ വാടണ്ട, ചെറുതായിട്ടൊന്നും വാടിയാൽ മതി. രണ്ട് വശത്തൊന്നും മറിച്ചൊക്കെ ഇട്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക എല്ലാം ഏകദേശം വാടിയിട്ടുണ്ട്. എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ കടുകിടുകയാണ്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇടുന്നു. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള ചേർക്കാം. കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇത് കണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. തക്കാളി ഇടുക. വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വെണ്ടയ്ക്ക കറിക്ക് വേണ്ടി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്യാം. കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. അതിനകത്തേക്ക് നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിനകത്തേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വേവട്ടെ. വെണ്ടയ്ക്ക കറിയാണ് തയ്യാറാക്കിയത്. ഒപ്പം നമ്മൾ ഇന്നൊരു ബീട്രൂട്ടിൻ്റെ
തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചോറെടുത്ത് നമ്മൾ വെണ്ടയ്ക്ക കറി അതിലേക്ക് ഒഴിക്കുകയാണ്. സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോയ്ക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടനും കൂടെ അമർത്തേണ്ടതാണ്. ഓക്കെ.